എല്ലാവർക്കും അദൃശ്യകരങ്ങളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാരനോർമൽ ആക്ടിവിസ്റ്റായ ഗൗരവ് തിവാരി 1984 സെപ്റ്റംബർ 2 ജനിച്ചു. മെറ്റാഫിസിക്കൽ ചർച്ച് ഓഫ് ഹ്യൂമാനിസ്റ്റ് സയൻസിൻ്റെ നിയുക്ത മന്ത്രിയായിരുന്നു. 16 ഡിസംബർ, ടാങ്കോ ചാർലി എന്നീ ഹിന്ദി ചിത്രങ്ങളിൽ അദ്ദേഹം അതിഥി വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. 21 വയസ്സായപ്പോൾ വ്യോമയാനത്തിൽ തൻ്റെ കരിയർ പിന്തുടരാൻ അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് പോയി. പിന്നീട് പാരനോർമൽ ഇൻവെസ്റ്റിഗേഷനിലും പാരാസൈക്കോളജിയിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. സജിത് എ സംവിധാനം ചെയ്ത MTV ഗേൾസ് നൈറ്റ് ഔട്ടിൽ തിവാരി പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൊറർ പാരനോർമൽ റിയാലിറ്റി ഷോ ആയിരുന്നു ഇത്. കൂടാതെ 2011 സിംഗപ്പൂരിൽ നടന്ന ഏഷ്യൻ ടെലിവിഷൻ അവാർഡുകളിൽ മികച്ച റിയാലിറ്റി ഷോയ്ക്കുള്ള പുരസ്കാരവും ഇത് നേടി. സമാനമായ ഒരു ഷോ സണ്ണി ലിയോണുമായുള്ള ഹോണ്ടഡ് വീക്കെൻഡും ആയിരുന്നു. അദ്ദേഹം പാരനോർമൽ റേഡിയോ ഷോകളിലെ അതിഥിയും ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റിയുടെ CEO-യും സ്ഥാപകനുമായിരുന്നു തിവാരി. പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉത്തരം തേടി നടന്ന ഒരാളായിരുന്നു ഗൗരവ് തിവാരി. ലോകത്ത് പ്രേത സാന്നിധ്യമുണ്ടെന്ന് പ്രചരിച്ചിടത്തൊക്കെ ധൈര്യപൂർവ്വം എത്തിയ ഗൗരവ് വാർത്തകളിൽ നിറഞ്ഞത് നിരവധി തവണ. പലയിടത്തെയും അന്ധവിശ്വാസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ ഈ യുവാവ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി. 2009 ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റി സ്ഥാപിച്ച ഗൗരവ് ഒടുവിൽ ദുരൂഹതകൾ ബാക്കി വെച്ച് യാത്രയായപ്പോൾ മരണകാരണം എന്താണെന്ന് ഉറ്റവർക്കിടയിലും ചോദ്യചിഹ്നമായി ശേഷിക്കുന്നു. 2016 ജൂലൈ 7 ഡൽഹി ദ്വാരകയിലെ സ്വന്തം ഫ്ലാറ്റിനുള്ളിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ ഗൗരവിനെ കണ്ടത്. ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പമാണ് ഇവിടെ ഗൗരവ് താമസിച്ചിരുന്നത്. അമേരിക്കയിൽ പഠനശേഷം കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്ത് ഇഷ്ടജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ഗൗരവ്. പ്രേതബാധയുണ്ടെന്ന് പരക്കെ പറഞ്ഞിരുന്ന ഒരു വീട്ടിലേക്ക് താമസം മാറിയതോടെയാണ് കൊമേഴ്സ്യൽ പൈലറ്റ് എന്ന കരിയറിൽ നിന്നും ഗൗരവ് പിന്തിരിയാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ജോലി വിട്ട ശേഷം പാരനോർമൽ വിഷയങ്ങളിൽ പഠനം നടത്തിയ ഗൗരവ് ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫൈഡ് പാരനോർമൽ അന്വേഷകനും പാരാനെക്സസ് പ്രതിനിധിയുമായിരുന്നു. പ്രേതബാധയുള്ളതെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ രാത്രി തങ്ങുകയുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി. ഇന്ത്യയിലും വിദേശത്തുമടക്കം ഇത്തരം സ്ഥലങ്ങൾ ഗൗരവ് സന്ദർശിച്ചിട്ടുണ്ട്. ഈ യാത്രകൾ വിഷയമായ TV പരിപാടികൾക്കും പ്രേക്ഷകരേറെയായിരുന്നു. ഭൂത് ആയ, ഫിയർ ഫയൽസ് തുടങ്ങിയ TV പരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 16 ഡിസംബർ, ടാങ്കോ ചാർലി എന്നീ സിനിമകളിലും ഗൗരവ് അഭിനയിച്ചിട്ടുണ്ട്. പ്രേതബാധയുണ്ടെന്ന് പറയുന്ന 6000-ഓളം സ്ഥലങ്ങൾ ഗൗരവ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റിയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത്. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗൗരവ് വിവാഹിതനായത്. ഏതോ വിപരീത ശക്തി തന്നെ അതിലേക്ക് നയിക്കുന്നുവെന്നും പിന്തിരിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ലെന്ന് ഗൗരവ് ഭാര്യ ആര്യയോട് പറഞ്ഞിരുന്നു. എന്നാൽ ജോലിയിലുള്ള അമിതഭാരമോ സമ്മർദ്ദമോ മൂലം പറഞ്ഞതാകാമെന്ന് കരുതി ഭാര്യ അത് കാര്യമാക്കിയിരുന്നില്ല. തിവാരിയുടെ മൃതദേഹത്തിൽ കഴുത്തിനു ചുറ്റും കറുത്ത പാട് കണ്ടിരുന്നു. ഏതോ അദൃശ്യ ശക്തികൾ തിവാരിയുടെ മരണത്തിന് പിന്നിലുണ്ടെന്ന് ഇന്നും വിശ്വസിക്കുന്നവർ നിരവധി പേരാണ്. പ്രേതങ്ങളിലും കെട്ടുകഥകളിലും ഭയന്നു കഴിയുന്ന ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൗരവ് തിവാരി പാരനോർമൽ സൊസൈറ്റി സ്ഥാപിച്ചത്. എന്നാൽ മരണത്തിലെ ദുരൂഹത മൂലം അദ്ദേഹം ലക്ഷ്യം വെച്ചതിൻ്റെ വിപരീത പ്രചാരണമാണ് ഇന്നും പലരും നടത്തുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.